അപ്പോൾ ദ ഒഡീസി എന്ന മൂവി എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ. ഇതൊരു പക്ക കംപ്ലീറ്റ് മിത്തോളജിക്കൽ പടമൊന്നുമല്ല. ആക്ഷൻസും അഡ്വഞ്ചറും അങ്ങനെ എല്ലാത്തരം കാറ്റഗറീസും നിറഞ്ഞു വരുന്ന ഒരു പടമാണ്. അതുകൊണ്ട് എല്ലാത്തരം ആൾക്കാർക്കും മേ ബി ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. പിന്നെ എല്ലാവരോടും ഒരു അവയർനെസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ റീലോഡ് മീഡിയ ഒഡീസി കാണുന്നതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട ഒഡീസി കാണുന്നതിന് മുന്നേ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. കാരണം ഒഡീസി എന്നത് ഇപ്പം നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ബ്ലാങ്ക് ആയിട്ട് കാണാൻ പോയാൽ നമുക്ക് പെട്ടെന്ന് വർക്ക് ആവണമെന്നില്ല. പകരം ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടാൽ ഒഡീസിയുടെ ആ ഒരു സംഭവം എന്താണെന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ട്രോയ് എന്ന് പറഞ്ഞ ആ ഒരു മൂവി കണ്ടാൽ മതി. എന്തായാലും ഒരു റിവ്യൂയിലേക്ക് കിടക്കുവാണെങ്കിൽ ദ ഡാർക്ക് എപ്പിക്ക് പടം എൻ്റെ കിടിലം എന്ന് തന്നെ പറയാം. ട്രോയ് മൂവി അതുപോലെയാണ്, അതിനേക്കാളും ഒരു പടി മേളിൽ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ എൻ്റെ അകത്ത് ടോം ഹോളൻഡിൻ്റെ ക്യാരക്ടറാണ്. ഞാൻ ബേസിക്കലി ഇംഗ്ലീഷ് മൂവീസ് കാണത്തില്ലെന്നല്ല കുറവാണ്. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എപ്പിക് പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഇതൊരു മൾട്ടി കാറ്റഗറൈസ്ഡ് മൂവിയാണ്. അതായത് ആക്ഷൻ, അഡ്വഞ്ചർ, ഇമോഷണൽ, മറ്റേ ഫാൻറ്റസി എല്ലാം നല്ല കിടിലനായിട്ട് തന്നെ പടത്തിൽ വർക്കാവുന്നുണ്ട്. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന ആ ഒരു 45 മിനിറ്റ് നമ്മളിങ്ങനെ റോമാഞ്ചിഫിക്കേഷൻ ബൂത്ത് ഇങ്ങനെ നിൽക്കുമായിരിക്കും ഗൈസ്. അതായത് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനോടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നും. പിന്നെ ടോം ഹോളൻഡിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ഒരു ക്യാരക്ടർ. പിന്നെ സ്പൈഡർമാൻ്റെ അകത്ത് തന്നെ അഭിനയിച്ച സ്പൈഡർമാൻ്റെ ഗേൾ ഫ്രണ്ടും ഈ ഒരു പടത്തിനകത്ത് നല്ല റോൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യും. പടം ഫുള്ളായിട്ട് പറയുന്നത് ഒരു ജേണിയാണ്, അല്ലെങ്കിൽ ഒരു യാത്രയാണ്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറാണ്. എന്തായാലും ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല, ഒത്തിരി ആയ പിന്നെ സ്പോയിലറായി പോകും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ഫേസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റി. ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു മൈന്യൂട്ട് വ്യത്യാസത്തിൽ ചെറുതായിട്ടൊന്ന് ലാഗ് ആയതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ എൻ്റെ പടത്തിൻ്റെ ആ ഒരു ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതില്ലെന്ന് തന്നെ പറയാം. പക്ഷെ നല്ല കിടിലനായിട്ട് തന്നെ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 3-3.5 മണിക്കൂറൊക്കെ ഉണ്ട് പടം. ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പിന്നെ പടത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെ കിടിലനായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു പടം ചെയ്തത് ബേസിക്കലി ഐമാക്സിൽ കാണാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഐമാക്സിൽ കാണണമെന്ന് നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ഐമാക്സിൽ കണ്ടാൽ നമുക്ക് ആ ഒരു വിഷ്വൽ എഫക്ട്സും ഓഡിയോ എഫക്ട്സും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുക്കിയ പടമാണെന്ന് ക്രിസ്റ്റഫർ നോളൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ കിടിലനായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു VFX ഒക്കെ ഇതിനകത്ത് കിടിലനായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ നല്ല പവർഫുൾ ബാക്ക്ഗ്രൗണ്ട്, ഓർക്കസ്ട്ര ടീമിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിടിലനായിട്ടുണ്ടെന്ന് പറയാം. ഞാൻ ഒരു മ്യൂസിക് ലവറാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങ് പീക്കിലാണ് ആ ഒരു പടം ഇരിക്കുന്നത്. ഇംഗ്ലീഷ് മൂവീസ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോടെ കണ്ടിട്ടുള്ളത് 2 സിനിമകളാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ, അതായത് പണ്ടത്തെ ടോബി മെക്കോനും ആൻഡ്രൂ ഗാർഫീൽഡിനും സ്പൈഡർമാൻ ആയിട്ട് വരുന്നുണ്ടെന്ന് ഉള്ള ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് പടം കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്ത്. പിന്നെയുള്ള ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു ബയോപിക്ക് പറയുന്ന ആ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കിടിലനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിൽ തോന്നി. അതും നല്ല വർക്കായി ഗൈസ് എനിക്ക്. ഇനി ആ ഒരു ലിസ്റ്റിലേക്ക് 3ാമതായി ജോയിൻ ചെയ്ത പടമാണ് എൻ്റെ മനസ്സിൽ ദ ഒഡീസി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് പടത്തിലെ നായകൻ ഗൈസ്. എനിക്ക് പേരെങ്ങനെ അറിയാൻ മേല. ബേസിക്കലി ഹോളിവുഡ് മൂവീസ് ഞാൻ പറഞ്ഞല്ലോ അധികം കാണാറില്ല, എന്നാൽ കാണാതിരിക്കത്തുമില്ല. അതുകൊണ്ട് എനിക്ക് അവരുടെ പേരൊന്നും പഠിച്ചു വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ടോം ഹോളൻഡിനൊക്കെ അറിയാം ഗൈസ്. ഓക്കെ, അതുപോലത്തെ പിന്നെ ടോണി സ്റ്റാർക്ക്, മാർവലിൽ അത്യാവശ്യം പേരൊക്കെ എനിക്കറിയാം. അപ്പം അതുപോലത്തെയൊക്കെ അറിയത്തുള്ളൂ. എന്നാലും നായകന് കൊടുത്ത റോള് നല്ല കൺവിൻസിങ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു റോളിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും, ടോം ഹോളൻഡ് ആയാലും മറ്റേ ടോം ഹോളൻഡിൻ്റെ ഗേൾ ഫ്രണ്ട് ആയാലും എല്ലാവരും പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പടം കണ്ടതിന് ശേഷം ഞാനുമായിട്ട് യോജിക്കുന്നുണ്ടെന്ന് പറയണം. പിന്നെ നിങ്ങൾ എൻ്റെ റിവ്യൂ മാത്രം കണ്ടിട്ട് ഒരു പടം കാണാൻ പോരുത്, മറ്റുള്ളവരുടെ കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ പോകുന്നു. ബൈ. The Odyssey.